ദേവി, അരുത്. ഈ കുഞ്ഞിനെയെങ്കിലും ഈ ഉള്ളവൾക്ക് നൽകണേ എന്ന് അറിയാതെ പ്രാർത്ഥിച്ചു പോയി. പാടില്ല. നൽകുന്നതും തിരികെ ഏൽക്കുന്നതും എല്ലാം പരമ്പൊരുളായ ഭഗവാൻ തന്നെയല്ലേ. ദേവകി, സുചരിതയായ ദേവിയുടെ ദേഹം ഇപ്പോൾ ഏതോ ഈശ്വരേച്ഛയുടെ സാക്ഷാത്കാരത്തിനുള്ള ഒരു ഉപാധി മാത്രമാണെന്ന് കരുതുക. ദേവി, പുകയില്ലാതെ ഹോമാഗ്നി കത്തുകയോ? ഭഗവത് ചൈതന്യം കനിഞ്ഞിറങ്ങുന്നതിന്റെ സാക്ഷ്യം. ആശ്ചര്യം. അവിശ്വസനീയം. പുകയില്ലാതെ ഹോമാഗ്നി കത്തുകയോ? വെറും കെട്ടുകഥകൾ. പുകയില്ലാതെ ഹോമാഗ്നി കത്തുക, ആകാശം ദിവ്യനക്ഷത്രജാലത്താൽ ശോഭായമാനമാവുക. കഥകളല്ല രാജൻ, ഒക്കെ യാഥാർത്ഥ്യം. കാലത്തിന്റെ നിയന്താവല്ലേ പ്രഭു അവതരിക്കാൻ പോകുന്നത്. നോക്കൂ, മധുരാദേശത്തിൽ 6 ഋതുക്കളും ഒരുമിച്ച് വന്ന പോലെ. ദിക്കുകൾ നിർമ്മല സുന്ദരങ്ങൾ, ഖനികളിൽ വിശേഷരത്നലാഭം, രാവിലും നദീജലത്തിന് ശുദ്ധ സ്ഫടികഭാവം, രാത്രിയാമങ്ങളിൽ താമരകൾ വിരിയുന്നു, പക്ഷികൾ കളകൂജനം പൊഴിക്കുന്നു. വിചിത്രം, വിസ്മയകരം. അങ്ങയുടെ ഭാഷണത്തിൽ ആദരവേറുന്നു രാജഗുരു. അങ്ങ് ഈ പറഞ്ഞതിലും വിസ്മയകരമായ ഒന്ന് സംഭവിക്കാൻ പോകുന്നു. ഹരിയാണ് അവതരിക്കാൻ പോകുന്നതെങ്കിൽ ആ ഹരിയെ ഹനിക്കുന്ന നരനായി മാറുന്ന പ്രത്യോത. ആജ്ഞാപിച്ചാലും പ്രഭു. സർവസന്നാഹങ്ങളും ഒരുക്കമല്ലേ? അതേ പ്രഭു. പക്ഷേ വിലക്കുകളെല്ലാം ലംഘിച്ച് പൗരാവലി ഉത്സവത്തിമിർപ്പിൽ അമർന്ന പോലെ എങ്ങും ദേവകീസുതനെ വരവേൽക്കാനുള്ള ഗൂഢമായ ഒരുക്കങ്ങൾ. ജനാവലിയുടെ രഹസ്യഭാഷിതങ്ങളിൽ ഒരു രക്ഷകന്റെ വരവിനെക്കുറിച്ചുള്ള പ്രത്യാശകൾ. കത്തിച്ച് ഭസ്മമാക്കണം ധിക്കാരികളെ. ശത്രുപക്ഷത്തോടെന്ന പോലെ ജനാവലിയോട് പെരുമാറിയാൽ അടിയന് ദേശത്തിനകമേ നിന്നുള്ള കലാപത്തെക്കുറിച്ചുള്ളൊരു ഭീതി. ശരി, ഉടനെ ഒരു കലാപം. അതിനിടവരുത്തണ്ട. ആദ്യം അഷ്ടമപുത്രവധം, പിന്നെ 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 എല്ലാം ഈ കാൽ കീഴിൽ സ്വച്ഛം, സുഭദ്രം. പ്രത്യോത, കൽപ്പന ചെയ്താലും പ്രഭു. ദേവകി വസുദേവരുടെ തടവറയിൽ കാവൽ ശക്തമാക്കിയില്ലേ? ഉവ്വ് പ്രഭു. പാതിരാവിലും ജാഗ്രത, ഓരോ നിമിഷാർത്ഥത്തിലും ഉണർവ്. ഇനി ഏത് നിമിഷത്തിലും അത് സംഭവിക്കാം. അവസാനത്തെ വധത്തിന് കൈതരിച്ചിട്ട് നമുക്കിരിക്കാൻ വയ്യ, ഉറങ്ങാൻ വയ്യ.